ഹായ് ഗേസ്, അപ്പോൾ ഇന്നത്തെ റെസിപ്പിയും കൂന്തൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കൂന്തലിൻ്റെ റെസിപ്പി തന്നെയാണ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായി. അപ്പോൾ ഇന്നത്തതും കൂന്തലിൻ്റെ സ്പെഷ്യലാണ്. അപ്പോൾ കൂന്തൽ ഇങ്ങനെ നല്ല പോലെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കഴുകിയിട്ട് മാറ്റി വെക്കാം. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാന് നിങ്ങൾ നോക്കണ്ട, കുറച്ച് പഴയ തന്നെയാണ്. അതിലേക്ക് കുറച്ച് ഓയിൽ വയ്ക്കുക. അതിലേക്ക് 8 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു പച്ചമുളക് ക്യൂബായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് വറ്റിച്ചെടുക്കുക. നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കൂന്തലിട്ട് കൊടുക്കാം. കൂന്തൽ ക്യൂബായിട്ട് കട്ടാക്കിയെടുക്കുമ്പോൾ നല്ല കാണാൻ രസമല്ലേ, അങ്ങനെ കട്ടാക്കിയെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ കട്ടാക്കിയെടുക്കാം. കൂന്തലും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. കൂന്തൽ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളവും കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചിരകിയത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക. ആ അരപ്പും തേങ്ങയൊക്കെ മൊത്തത്തിലൊന്ന് മിക്സായതിനു ശേഷം മൂടി വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കുക. വെള്ളമൊക്കെ വറ്റി വരുമ്പം ഇതിൻ്റെ തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൂന്തൽ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള നാടൻ റെസിപ്പീസിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യാം കേട്ടോ.